ഫ്രണ്ട്സോടെ ജോലിയായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഫ്രണ്ട് പറയാൻ തുടങ്ങി, ഇവൾക്ക് ലൂസ് പിടിച്ചു പ്രിയ, ഇതിന് ലൂസ് പിടിച്ചു. പ്രിയ പറഞ്ഞോളിക്കായിരുന്നു, യോ എന്തിനാ ടെൻഷൻ ആവാം പോടി, അങ്ങനൊന്നും പറയണ്ട. എൻ്റെ ക്രഷ്, എൻ്റെ ക്രഷ് അവരിനി എന്ത് ചെയ്ത് മാരേജ് കഴിക്കും. അത് ശരിയടി, എന്നോട് മാരേജ് കഴിക്കുകയും ഹീറോയിനും ഒരുപാട് പോയിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിനെ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സിൽ കറങ്ങിയിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പാട്ട് പാടി ഡാൻസ് കളിച്ച് ഹീറോ എൻജോയ് ചെയ്തായിരുന്നു. ഡേറ്റ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ 7 പേര് അവിടെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ കഴിഞ്ഞടാ എന്ന് പറഞ്ഞ് കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. അത് ഹീറോയിൻ്റെ ക്ലാസ് പഠിക്കുന്ന കുറച്ച് ഗേളുണ്ട്. ആ ഗേൾക്ക് ആ പെണ്ണുക്കും ഹീറോയ്ക്കും അവൾക്കും ആവില്ല. ഹീറോയ്ക്ക് പീറ്റേഴ്സ് മെമ്പർ 7 പേരെ ഇഷ്ടമാണ് അറിയും. ആ പെണ്ണിൻ്റെ പേരാണ് മേഘന. മേഘന പറയാൻ തുടങ്ങി, ചേട്ടാ എന്ത് മേഘന, എനിക്ക് പീറ്റേഴ്സ് മെമ്പറിനെ കല്യാണം കഴിക്കണം. മേഘൻ്റെ അച്ഛനും അമ്മയ്ക്കും മേഘൻ്റെ ചേട്ടനൊക്കെ ഷോക്കായിരുന്നു. എന്താ പീറ്റേഴ്സ് മെമ്പറാ, ആരത് എന്ന് മേഘൻ്റെ അച്ഛനും അമ്മയും കേട്ടായിരുന്നു. ചേട്ടൻ പറയാൻ തുടങ്ങി, ഇല്ല 7 പേരുണ്ട് അതിൽ, ഇതാ ഫോട്ടോ കാണണം, ഇവരെ വരച്ച്, അത് മാത്രമല്ല നമുക്ക് കുറച്ചൊരു വില്ലന്മാരെയാണ്. അതിനെ കൊണ്ട് മേഘനെ പറയാൻ തുടങ്ങി. മേഘൻ്റെ അച്ഛനമ്മ ഓക്കെ, ഇവർ ഭയങ്കര പണക്കാരാണ്, ഇവരെ മാരേജ് ചെയ്ത പ്രിയക്ക് അവൾ ഇഷ്ടമാണ്. പ്രിയൻ്റെ അച്ഛനക്കും മേഘൻ്റെ അച്ഛനക്കും ആണുമില്ല, അവർ ആരാ പണക്കാരെ വരെ ഉണ്ടാക്കാമെന്ന് മേഘൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി. ശരി മേഘന, നിനക്ക് ഞാൻ അച്ഛന്ന് പറഞ്ഞു തരും, എനിക്ക് ബിസിനസ് ഹെൽപ്പ് ആണെന്ന് സായോ. ശരി അച്ഛാ ഇനി മേഘന പറയാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ സമ്പർക്കിക്കുന്നത് ഇനി മാരേജ് കഴിക്കാൻ മേഘൻ്റെ അച്ഛന് പറയാനായിരുന്നു. അങ്ങനെ ഇത് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മേഘൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി. മേഘന അമ്മ പറയാൻ തുടങ്ങി, മേഘന എന്താ മാരേജ് ഞാൻ പറയാൻ തുടങ്ങി. മേഘന അച്ഛനും ക്രിസ്ത്യൻസ് മാരേജ് കഴിക്കാൻ അമ്മ പറയാൻ തുടങ്ങി, വേണ്ട ഹിന്ദു സൈസ് മാരേജ് കഴിക്കാം. മേഘന അച്ഛൻ പറയാൻ തുടങ്ങി. ഫസ്റ്റ് അമ്മ പറയുന്ന മതി ശ്വേത. അപ്പോൾ അമ്മേൻ്റെ പേര് ശ്വേത. ശരി ഓക്കെ ശ്വേത, നീ പറയുന്ന മതി ചെയ്യാം. മേഘന അമ്മ പറഞ്ഞ മതി ശരി. അപ്പോൾ മേഘന പറഞ്ഞ മതി ടീച്ചേഴ്സും പറഞ്ഞു ഞാൻ ചെയ്ത് അവിടെ ഇങ്ങനെ ഹബ്ബിങ് ചെയ്തായിരുന്നു. ഹീറോയിനെ പിടിച്ചു വെച്ച് പറയാൻ തുടങ്ങി മേഘൻ്റെ അച്ഛനമ്മ. ഹീറോയ്ക്ക് കാട്ട തുടങ്ങി. ഹീറോയിനെ കൂടി ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചു പിന്നെ മേഘ ടീച്ചേഴ്സ് നമ്മൾ 7 പേർക്ക് അവളോട് പറയായിരുന്നു, എന്താ കിഡ്നാപ്പിനും കണി പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ ഒരു സ്പ്രേ പറഞ്ഞത് ഇത് ഒരു സ്പ്രേ എടുപ്പിച്ചത് ഒരു സ്മെല്ലാണ്. എന്ത് സ്മെല്ല് ഇത് പറഞ്ഞത് അവൾക്കൊന്നും മനസ്സിലായില്ല. അത് സ്മെല്ലാണ്. നിങ്ങൾക്ക് ഞാൻ പോയിസൺ, നിങ്ങൾക്കൊരു മരുന്ന് വെച്ചായിരുന്നു അവർ പറയായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് വെച്ചായിരുന്നു. അവർക്കൊരു പറഞ്ഞ ഓർമ്മ ഇഞ്ചക്ഷനാണ് കുത്തിയത്. ഒരു നിങ്ങൾക്കൊരു ഇഞ്ചക്ഷനൊക്കെ പോയിസൺ ഇഞ്ചക്ഷനാണ് കുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാൻഡിഡ് വേണം, നിങ്ങൾ എന്നെ മാരേജ് കഴിക്കണം എന്ന് മേഘന പറഞ്ഞു. അത് കേട്ട് ഡിസംബർ പറഞ്ഞു, ഞങ്ങൾ മാരേജ് കഴിക്കില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതാവുമെന്ന് പറഞ്ഞ് മരത്തായിരുന്നു. ഹീറോയി പറയുന്നത്, വേണ്ട മേഘന, എന്താ നീ ചെയ്യുന്നതെന്ന് മേഘനോട് പറയാം. മേഘന വല്ല സൈക്കോ മരിച്ചിട്ട് മേഘന പറയാൻ തുടങ്ങിയായിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, ഹീറോയിൻ്റെ അടുത്ത് ചേട്ടനായിരുന്നു. മേഘന എന്ത് പറയുന്നു ആറുമുക്കിട്ടായിരുന്നു ട്രാൻസ്ഫർ ആയിട്ട് പറഞ്ഞു തുടങ്ങിയത്. മേഘന എന്ത് പറയുന്നത് പറഞ്ഞു വെക്കടിയും, ഇവരെ ഞാൻ മാരേജ് കഴിക്കും, ഇവരെ നിങ്ങൾക്ക് പിടിക്കുകയും അറിയൂ. അതുമാത്രമല്ല നീ ഇവരെ 1 സൈഡ് ലവ് ചെയ്തത് എനിക്കറിയും, അതുകൊണ്ട് ക്രഷ് ലവ്. അതുമാത്രമല്ല ഇവരെ ഞാൻ മാരേജ് കഴിക്കുക, നീ എന്താ ചെയ്യുക. മേഘന അങ്ങനെ പറയാൻ പാടില്ല മേഘന, അവർക്കൊരു ലൈഫ് ഉണ്ടടി, ഞാനൊക്കെ ഒരു ക്രഷ് മാത്രം, അങ്ങനെ ഒന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്ന് മേഘനോട് പറയാൻ തുടങ്ങി. മേഘന പറഞ്ഞു, ക്രഷ് ആവട്ടെ എന്താവട്ടെ എനിക്കിവർ ഇഷ്ടപ്പെട്ടു പോയി, ഭയങ്കര ഫേമസ് ആണ്, ഒരു ഐഡലാണ്, ഇവരെ ഞാൻ മാരേജ് ചെയ്യിക്കും. ഇനി മേഘന വില്ലത്തന്നെ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ഹീറോയുടെ പോയി കണ്ടില്ല. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാം, ചേട്ടാ ഒരു കിഡ്നി വെച്ചത്. അങ്ങനെയായിട്ട് താലി ഉണ്ടായിരുന്നു 7 പേര് കൗത്തിൽ. ഇത് കെട്ടരുന്ന് താലി ഇതാക്കിയായിരുന്നു, അവർക്ക് വേറെ പോയില്ല. അങ്ങനെ മേഘന ഇവിടെ ഇരുന്ന് ചടങ്ങ് പറയായിരുന്നു. അങ്ങനെ കുറച്ചാൾ വന്നായിരുന്നു, മേഘനെ പിടിച്ചു. അങ്ങനെ മേഘ സിക്കുമാറി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അവർക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, ഇപ്പം എന്താ ചെയ്യുക. മേഘന പറയുന്നത് മാരേജ് കഴിക്കണം അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ മേഘനെ പറയുന്നത് എന്ത് ചെയ്യുക, വേറെ വഴിയില്ല സാർ. അർജുൻ പറയുന്നത്, സാർ നിങ്ങൾക്ക് ഒരേ ഒരു വഴിയുള്ളൂ സാർ, പ്ലീസ് സാർ നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇവിടെ ഗേളില്ലല്ലോ ഇപ്പം എന്ത് ചെയ്യാം സാർ, നിങ്ങളെ പ്രശ്നം സോൾവ് ആവും, ഇവിടെ നിങ്ങൾ മാരേജ് കഴിച്ചാൽ. എന്താ സാർ പറഞ്ഞു. ആറാമനോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അനിയത്തി മാരേജ് കഴിക്കുക, അപ്പോൾ മേഘന നിങ്ങൾക്ക് വെളിയിൽ വരില്ല എന്ന് പറഞ്ഞാണ്. ഓക്കെ എന്ന് ആറാം പറഞ്ഞു. 7 പേര് ഹീറോയിനെ മാരേജ് കഴിച്ചു. ഹീറോയൊക്കെ ഷാക്കൻ, ചേട്ടാ എന്താ പറയണേ, ഇല്ല പ്രിയ ഈ മാരേജ് കഴിക്കില്ല, മേഘന ഒന്ന് ടോർച്ചർ ചെയ്യുമോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിനെ അവർ 7 പേര് മാരേജ് കഴിച്ചു.
അങ്ങനെ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്താ ചേട്ടാ പറഞ്ഞത്? ഇല്ലടേ ഇതിൽ ഒരു പ്രശ്നമുണ്ടോ സോൾവ് ആവും. ഒരു ചക്കരുണ്ടായിരുന്നു മേഘൻ്റെ ചേട്ടനൊക്കെ ഹീറോയും മേലെ കണ്ണുണ്ട്. ഹീറോ 7 പേരും മാരേജ് കഴിച്ചു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് മേഘൻ്റെ ചേട്ടനക്ക് ഷോക്കായിരുന്നു. എന്താ ഇപ്പോൾ ഇവള് കിട്ടില്ല എനിക്ക്. ഞാൻ അവൾക്ക് മാരേജ് കഴിച്ചതിന് ഷോക്കായിരുന്നു. മേഘന പറഞ്ഞു നീ അവളെ മാരേജ് കഴിച്ചോടാ എന്ന് പറഞ്ഞു. മേഘൻ്റെ ചേട്ടനോട് ഇപ്പം മാരേജ് ഹീറോയ്ക്ക് ഉമ്മക്ക് മാരേജ് ആയി. ഇതോടെ മേഘാലയ പോലീസ് വന്ന് അവർ 2 പേരെ പിടിച്ചിട്ടുണ്ടായി. അവർ മേലെ നിറയെ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പിടിച്ചിട്ടുണ്ടായി. അമ്മ സമാധാനമായി പറഞ്ഞ് അങ്ങനെ ഹീറോ ചേട്ടാ എനിക്ക് മാരേജ് ആയി എന്ന് ഹീറോയെ വഴക്ക് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ ടെൻഷനൊന്നും ഉണ്ടാക്കണ്ട, താലി മറച്ചു വെച്ചു എന്ന് പറഞ്ഞു 7 പേർ പറഞ്ഞു മാരേജ് കഴിച്ചു. അതുപോലെ സൈൻ ചെയ്തായിരുന്നു 7 പേരും പേപ്പറിൽ. അതുകൊണ്ട് മാരേജ് ആയി. ശരി ഓക്കെ സാർ. ഞാൻ അർജുന ഹീറോയി പറഞ്ഞു ചേട്ടാ ഇവരോട് ഹീറോയ്ക്ക് മനസ്സിലായില്ല എന്ത് പറയാനാണ്. ഹീറോയ്ക്ക് ഫോൺ വന്നു. ഞാൻ കുറച്ച് സംസാരിച്ച് വരാം എന്ന് പറഞ്ഞ് ഹീറോയി പോയിരുന്നു. അമ്മ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോയിരുന്നു. പിറ്റേഴ്സ് പോകുമ്പോൾ 7 പേരെ പിടിച്ച് വെച്ച് ഒരു കോഫ് ഷോപ്പിൽ സംസാരിക്കായിരുന്നു. ഒരു കോഫ് ഷോപ്പ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഹീറോയിൻ്റെ ചേട്ടൻ കൊറിയയിലായിട്ട് സംസാരിക്കാണ്. ഹീറോയിൻ്റെ ചേട്ടൻ കൊറിയൻ ലാംഗ്വേജ് അറിയും. കൊറിയയിൽ പറയുന്നതായിരുന്നു. അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞു. സാർ നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞു മാത്രമേ സീക്രട്ട് ഉണ്ടാകട്ടെ. പിന്നെ നിങ്ങൾ ഇവർക്ക് വന്നാൽ ഡിവോഴ്സ് ചെയ്യാം. ഇത് മാത്രമേ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇത് വന്ന ശേഷം ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. സാർ നിങ്ങൾ ഫോൺ നമ്പർ തന്നു. അങ്ങനെ ഇതാണ് എൻ്റെ നമ്പർ, അർജുൻ നമ്പറാണ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് നൈറ്റാണ് പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ പോയായിരുന്നു. ഹീറോയിൻ്റെ ബായ് പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു ഹീറോയി. അങ്ങനെ 7 പേരെ ഒരു നൈറ്റായിരുന്നു ഫ്ലൈറ്റിൽ കയറി പോയായിരുന്നു. ഹീറോയി പറയുന്നു ചേട്ടാ അതിനെന്താ ഇപ്പോൾ പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല. ഹീറോയിൻ അമ്മച്ചൻ പറയുന്നു എന്താ ചെയ്തത് പ്ലീസ് മോം പറഞ്ഞിട്ട്. ശരി ഓക്കെ ഈ പ്രശ്നം സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ പ്രിയ ഓക്കെ പ്രശ്നം സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് മാരേജ് കഴിക്കുന്നത്. ഞങ്ങൾ 2 പഠിക്കാൻ പോകുന്നു ചേട്ടാ. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കാൻ പോവാം. ഓക്കെ പ്രിയ നീ പോയിക്കോ. ചേട്ടാ പറയാതെ ഞാൻ പോവാം. ശരിടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ 2 പേര് അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഒരു കോളേജ് പോയി. അവർ പഠിക്കാൻ പോയായിരുന്നു.